ഏകദേശം 6000 ഭടന്മാരുണ്ടായിരുന്നു. ഓരോ ലഗിയോനിലും 10 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഓരോ ഭാഗത്തിനും 10 അണികളുണ്ടായിരുന്നു. ഓരോ അണിയിലും ഭടന്മാരും വേലക്കാരുമായി ഏകദേശം 100 പേരുണ്ടായിരുന്നു. ഈ അണികളുടെ തലവന്മാരെ ശതാധിപന്മാരെന്ന് പറഞ്ഞു വന്നു. കർത്താവിന്റെ മരണസമയത്ത് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ശതാധിപനാണ് താൻ കണ്ടതും അനുഭവിച്ചതുമായ ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളെ കുറിച്ച് നമുക്ക് വിവരണം നൽകുന്നത്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതും. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ നിശബ്ദനായ ആ ചെമ്മരിയാട്ടിൻകുട്ടി ലോകപാപങ്ങളുടെ കടം വീട്ടുകയായിരുന്നു. യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി. ദൈവപുത്രനാണ് പോലും, ദൈവപുത്രൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ലല്ലോ. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്നും ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം.
എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു. നോക്കട്ടെ, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാലിക്കൂട് മുതൽ കാൽവരി വരെ പരിശുദ്ധ അമ്മ ഏറെ വ്യാകുലങ്ങൾ ഏറ്റുവാങ്ങി. ഈശോയോടൊത്തുള്ള പരിശുദ്ധ അമ്മയുടെ സഹനങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മാറ്റുകൂട്ടി. പരിശുദ്ധ അമ്മ ഈശോയുടെ പീഡാനുഭവവുമായി ബന്ധപ്പെടുത്തി ഞങ്ങളുടെ ഭവനങ്ങളിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കണ്ട് അമ്മയുടെ മാധ്യസ്ഥവും സഹായവും ആ അനുഭവങ്ങളിൽ നേടി നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ഞങ്ങളുടെ ഭവനങ്ങളും ആയിത്തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ കണ്ടു മനസ്സിലാക്കി ഈശോയുടെ മൃതസംസ്കാരത്തിനായി 100 റാത്തൽ സുഗന്ധക്കൂട്ടുമായി ഓടിയെത്തിയ പ്രമാണി നിക്കോദോമോസിനെ പോലെ പാപികളെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായും കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് പാപപ്രവണതകളെ അടക്കം ചെയ്ത് ഈശോയോടൊത്ത് മഹത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അരുമശിഷ്യർ ഓടിയൊളിച്ച അപകടവേളയിൽ അരുമത്തിയാക്കാരനായ ജോസഫ് വഞ്ചനയുടെ പര്യായമായ പീലാത്തോസിൽ നിന്നും ഈശോയുടെ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. പരമപരിശുദ്ധമായ ആ ദിവ്യശരീരം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹത്തിന് സ്വന്തമായി ഒരു പുത്തൻ കല്ലറയും ഉണ്ടായിരുന്നു. കർത്താവിനെ കുരിശിലേറ്റിയിട്ടും ജനപ്രമാണികളുടെയും പ്രധാന പുരോഹിതന്മാരുടെയും അങ്കലാപ്പ് മാറിയിരുന്നില്ല. താൻ മരിച്ചതിനു ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന അവന്റെ പ്രവചനം അവരിൽ അസ്വസ്ഥതയുളവാക്കി. എന്തിനും വഴങ്ങുന്ന പീലാത്തോസിന്റെ അരമനയ്ക്ക് മുന്നിൽ അവർ വട്ടം കൂടി. അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ജെറുസലേം രാജാവിന് പ്രധാന പുരോഹിതന്മാരുടെ പ്രണാമം. പീലാത്തോസിന്റെ അരമനയിലേക്ക് പ്രധാന പുരോഹിതന്മാർക്ക് സ്വാഗതം. എന്താണ് ആഗമനോദ്ദേശം? യജമാനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ തീരുമാനം ആജ്ഞാപിക്കണം. അല്ലെങ്കിൽ പിന്നെ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. മരിച്ചവരെയും ഭയപ്പെടുന്നു ഭീരുക്കൾ. നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ. മരിച്ചവനെ കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി കല്ലറക്കി കാവലേർപ്പെടുത്തിക്കൊള്ളുക. അവിടുത്തെ ആജ്ഞ പോലെ.
അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. കർത്താവ് കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അസത്യത്തിനുമേൽ സത്യം വിജയം വരിച്ചു, അന്ധകാരത്തിനുമേൽ പ്രകാശം പരക്കുകയായിരുന്നു. മരണത്തിനുമേൽ ജീവൻ വിജയം നേടി. കാൽവരിയോടെ കർത്താവില്ലാതാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ.